ഹായ് ഓൾ, നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയറാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഈ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. സോ UPSCയുടെ ലാംഗ്വേജ് നമ്മൾ ഒരു 2011 തൊട്ട് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് ഓപ്ഷൻസ് സിമിലർ ആയിട്ട് വന്നാൽ ഒരു 90% അതിലൊരാളായിരിക്കും ആൻസർ. സോ ഇവിടെ നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്നും സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്നും ഒരുപോലത്തെ സിമിലർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വന്നു. സോ 90% ചാൻസും ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആവുക അല്ലെങ്കിൽ ഓപ്ഷൻ സി ആവുക എന്നുള്ളതാണ്. ആൻഡ് ഇത് നമ്മളൊന്ന് ലോജിക്കായിട്ടൊന്ന് കാമായിട്ട് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഗ്വേന ഹൈലൻഡ് ഒരിക്കലും ആഫ്രിക്കയിലല്ല. എവിടെയാണെന്ന് നമുക്കറിയാം. കാമായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ്, സൗത്ത് അമേരിക്കയിലാണ്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ ബിയിലേക്ക് എത്താം. അറ്റ്ലസ് മൗണ്ടൻ നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക ആണെന്ന് ഓപ്ഷൻ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം അബൈസീനിയൻ പ്ലാറ്റോ എവിടെയാണെന്ന് നോക്കാം. സോ ഈ കാണുന്ന റീജിയനാണ് അബൈസീനിയൻ പ്ലാറ്റോ. ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എത്തിയോപ്യൻ ഹൈലാൻഡ്. നമ്മുടെ ഈ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ സ്ഥലത്തുള്ളൊരു റഗ്ഡായിട്ടുള്ളൊരു ഹൈലാൻഡാണ് ആക്ച്വലി ഈ അബൈസീനിയൻ പ്ലാറ്റോ എന്നറിയപ്പെടുന്നത്. ഏകദേശം എറിട്രിയ, ജിബൂട്ടി, സൊമാലിയ, എത്തിയോപ്യ പോലെയുള്ള സ്ഥലങ്ങളെ കവർ ചെയ്തിട്ട് വരുന്ന ഒരു ഹൈലാൻഡാണ്. സോ ഇത് ആക്ച്വലി എവിടെയായിട്ടാണ്, ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ് അബൈസീനിയൻ പ്ലാറ്റോ ഉള്ളത്. സോ അറേബ്യയിലല്ല, മറിച്ച് ഈസ്റ്റേൺ ആഫ്രിക്കയിലാണ് അബൈസീനിയൻ പ്ലാറ്റോ. അടുത്തത് നമുക്ക് ഗ്വേന ഹൈലൻഡ്സ് നോക്കാം. സോ ഇവിടെയാണ് നമ്മുടെ ഗ്വേന ഹൈലൻഡ്സ് ഉള്ളത്. സൗത്ത് അമേരിക്കയിൽ നമ്മുടെ വെനസ്വേല, അതേപോലെ തന്നെ ബ്രസീൽ, ഈ റീജിയൻ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഗ്വേന ഹൈലൻഡ് ഉള്ളത്, ആഫ്രിക്കയിലല്ല. ഓക്കെ, സോ സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്നുള്ളൊരു ഓപ്ഷൻ തെറ്റാണ്. അതെവിടെയാണ്, സൗത്ത് അമേരിക്കയിൽ ബ്രസീലിൻ്റെ റീജിയനിലായിട്ടാണ്. അടുത്ത നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കവാഗോ ബേസിൻ, സ്റ്റേറ്റ്മെൻ്റ് അല്ല ഓപ്ഷൻ നോക്കാം. ഒക്കവാഗോ ബേസിൻ. ഓക്കെ, അതൊരു റിവർ ബേസിൻ ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം എവിടെയാണെന്ന്. ഏകദേശം ഒരു സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്കയിലാണ് നമ്മുടെ ഒക്കവാഗോ റിവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ആ റിവറിൻ്റെ ബേസിനാണ് ആക്ച്വലി ഒക്കവാഗോ ബേസിൻ എന്നറിയപ്പെടുന്നത്. അല്ലാതെ അതെവിടെയല്ല, പാൻറ്റഗോണിയയിലല്ല. പാൻറ്റഗോണിയ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, സൗത്ത് അമേരിക്കയിൽ അർജൻറ്റീനയുടെ സ്ഥലത്താണ്. ഇത് ആക്ച്വലി എവിടെയാണ്, നമ്മുടെ കൽഹാരി ഡെസേർട്ട് ഇല്ലേ, കൽഹാരി ഡെസേർട്ടിൻ്റെ റീജിയനിലായിട്ടാണ് ഈ ഒരു റിവർ ബേസിൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, അറ്റ്ലസ് മൗണ്ടൻ ആണ്. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇതാണ് നമ്മുടെ അറ്റ്ലസ് മൗണ്ടൻ. ഓക്കെ, അറ്റ്ലസ് മൗണ്ടൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നോർത്ത് വെസ്റ്റ് ആഫ്രിക്കയിലാണ്. അപ്പോൾ ആ ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്വസ്റ്റനിൽ റൈറ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്. So the answer is option B, Atlas Mountain, Northwestern Africa. Thank you.